ലോകമെമ്പാടുമുള്ള എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ വിസ്മയിപ്പിക്കുന്നതുമായ ഒന്നാണ് തുരങ്കങ്ങളുടെ നിർമ്മാണം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു കൂറ്റൻ മലയെ തുരന്ന് കിലോമീറ്ററുകളോളം നീളമുള്ള പാതകൾ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആവശ്യമാണ്. ഒരു ടണൽ നിർമ്മാണം എന്നത് കേവലം മണ്ണുമാറ്റലല്ല, മറിച്ച് അത്യാധുനികമായ ഭൗമശാസ്ത്രം പഠനങ്ങളുടെയും സങ്കീർണമായ യന്ത്രങ്ങളുടെയും ഒരു സംഗമമാണ്. ഈ പ്രക്രിയ ആരംഭിക്കുന്നത് വർഷങ്ങൾ നീണ്ട പ്ലാനിങ്ങിലൂടെയും സർവേകളുടെയുമാണ്. മലയുടെ ഉള്ളിലെ പാറകളുടെ തരം, അവയുടെ ഉറപ്പ്, ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ, മണ്ണിന്റെ പാളികൾ എന്നിവയെക്കുറിച്ച് വിദഗ്ധരായ ജിയോളജിസ്റ്റുകൾ ആഴത്തിൽ പഠിക്കുന്നു. ഉപഗ്രഹ ജീവികളും സീസ്മിക് തരംഗങ്ങളും ഉപയോഗിച്ച് ഭൂമിക്കടിയിലുള്ള ഭൂപടം തയ്യാറാക്കിയ ശേഷമാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുന്നത്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഭീമൻ യന്ത്രങ്ങളെയാണ് ടണൽ ബോറിംഗ് മെഷീൻ അല്ലെങ്കിൽ TBM എന്ന് വിളിക്കുന്നത്. ഒരു വലിയ ഫാക്ടറിയുടെ അത്രയും വലിപ്പമുള്ള ഈ യന്ത്രത്തിന് 100 കണക്കിന് ടൺ ഭാരമുണ്ടാകും. ഇതിന്റെ മുൻഭാഗത്തുള്ള കട്ടിംഗ് ഹെഡ് അതിശക്തമായി കറങ്ങുകയും കഠിനമായ പാറകളെ പോലും പൊടിക്കുകയും ചെയ്യുന്നു. TBM ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രധാന പ്രത്യേകതകൾ അത് ഒരേ സമയം പാറ തുരക്കുകയും കൂടെ തന്നെ തുരങ്കങ്ങളുടെ ഭിത്തികൾ സിമന്റ് പാളുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ വയനാട് പോലെയുള്ള പശ്ചിമഘട്ട മേഖലകളിൽ പാറകളുടെ കാഠിന്യം വളരെ കൂടുതലായതിനാൽ പലപ്പോഴും ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് എന്ന രീതിയിൽ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാറുള്ളത്. ഈ രീതിയിൽ അതിശക്തമായ ജംബോ ഡ്രില്ലറുകൾ ഉപയോഗിച്ച് പാറകൾ ആഴത്തിൽ സുരക്ഷകൾ ഇടുന്നു. തുടർന്ന് ഈ സുരക്ഷിതങ്ങൾ സ്ഫോടന വസ്തുക്കൾ നിറച്ച് വളരെ കൃത്യമായ അളവിലും സമയക്രമത്തിലും സ്ഫോടനം നടത്തുന്നു. ഇതിനെ കൺട്രോൾ ബ്ലാസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ചുറ്റുമുള്ള പരിസ്ഥിതിക്കോ വീടുകൾക്കോ യാതൊരു പ്രകമ്പനവും ഏൽക്കാത്ത രീതിയിലാണ് ഇത് ക്രമീകരിക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം തകർന്നു വീഴുന്ന ടൺ കണക്കിന് പാറക്കൂട്ടങ്ങൾ മക്കിംഗ് എന്ന പ്രക്രിയയിലൂടെ കൂറ്റൻ ലോഡുകൾ ഉപയോഗിച്ച് പുറത്തെത്തിക്കുന്നു. തുടർന്ന് തുരന്ന ഭാഗം ഉടനടി ബലപ്പെടുത്തുന്നതിനുണ്ട്. ഇതിനായി ഷോട്ട് ക്രീറ്റ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതിസമ്മർദ്ദമായ ദ്രവരൂപത്തിലുള്ള സിമന്റ് മിശ്രിതം പാറകളിൽ അടിച്ചേൽപ്പിക്കുകയും ശേഷം വലിയ ഇരുമ്പ് ബോൾട്ടുകൾ പാറകൾക്കുള്ളിൽ തുളച്ചു കയറ്റി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തുരങ്കം ഇടിഞ്ഞു വീഴാതിരിക്കാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഓരോ മീറ്ററിലും അതീവ ജാഗ്രതയോടെയാണ് നിർമ്മാണം മുന്നോട്ടു പോകുന്നത്. വയനാട് തുരങ്കപാതം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്നായി മാറും. ഒരു തുരങ്കത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും വലിയ പേടി വായുസഞ്ചാരമില്ലായ്മയാണ്. ഇത് പരിഹരിക്കാൻ ജെറ്റ് ഫാനുകൾ എന്നറിയപ്പെടുന്ന അതിശക്തമായ എക്സോസ്റ്റ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും കാർബൺ മോണോക്സൈഡും ഇവ പുറന്തള്ളുകയും പുറത്തുനിന്ന് ശുദ്ധവായു അകത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ ടണലിനുള്ളിൽ സെൻസറുകൾ, CCTV ക്യാമറകൾ, ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവ മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. 9 കിലോമീറ്ററോളം ദൂരം ഒരു മലയുടെ അടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഓരോ നിശ്ചിത ദൂരത്തിലും എമർജൻസി എക്സിറ്റുകളും സജ്ജീകരിക്കും. ഈ തുരങ്കം വരുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് എന്നേക്കുമായി അവസാനിക്കുമെന്ന് മാത്രമല്ല, വനനശീകരണം കുറച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാനും സാധിക്കും. മുകളിലെ വനഭൂമിയെ തൊടാതെ തന്നെ ഭൂമിക്കടിയിലുള്ള ഈ പാത ആധുനിക കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരിക്കും. കൃത്യമായ എഞ്ചിനീയറിംഗും കഠിനാധ്വാനവും ഒത്തുചേരുമ്പോൾ പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ തന്നെ നമുക്ക് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.